Hi all, welcome to this class. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 8 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നീഡ് ഫോർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാം ക്യാഷിന്റെ ഫ്ലോ ആണല്ലേ കാണിക്കുന്നത്. ഇൻഫ്ലോയും ഉണ്ടാവും ഔട്ട് ഫ്ലോയും ഉണ്ടാവും. ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷും, ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോകുന്ന ക്യാഷും. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആവശ്യകത നമുക്ക് നോക്കാം. The primary objective of making cash flow statement is to provide information regarding the receipt and payment of a firm that was settled in cash during the certain period. ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമില് ക്യാഷ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റുകളെ നമ്മൾ ഏത് രീതിയിലാണ് ക്യാഷ് ഉപയോഗിച്ച് സെറ്റിൽ ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് രീതിയിലാണുള്ളത്, ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. ക്യാഷ് flow statement versus other financial statements. The main differences between the preparation of financial statements. Financial statement എന്ന് പറയുമ്പോൾ എന്താണ്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റില് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിനെ കാണിച്ചുകൊണ്ട് ക്യാഷ് വെച്ചിട്ടാണ് അത് സെറ്റിൽ ചെയ്യുന്നത്. അതൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെയ്ഡ് ആസ് എ അക്രുവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അക്രുവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് അവിടെ ക്രെഡിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ക്യാഷിന്റെ മാത്രം ഡീലിങ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. ഇനി cash flow statement is a summarized record of causes or the changes of cash position of a company over the certain period. ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിലേക്ക് കമ്പനിയുടെ ക്യാഷ് പൊസിഷനിൽ വരുന്ന മാറ്റങ്ങളും അതിനുള്ള കാരണങ്ങളും എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് മെഷർ ദി സോഴ്സസ് ഓഫ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ദി ക്യാഷ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ ക്യാഷിന്റെ വരവും പോക്കും ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പിന്നെ ഓർഗനൈസേഷൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇനി സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് എ ക്യാഷ്. ഇത് സോഴ്സസ് ഓഫ് ക്യാഷ്, ക്യാഷിന്റെ ഉറവിടം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻക്ലൂഡിങ് ലോങ് ടേം ലോൺസ് റൈസസ്, അതായത് ദീർഘകാലത്തേക്കുള്ള ലോൺ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പൈസ വരും. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ഫിക്സഡ് അസറ്റ് എന്തെങ്കിലും നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്യാഷ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ക്യാഷിന്റെ ഇൻഫ്ലോയെയാണ് കാണിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓർ യൂസസ് ഓഫ് ക്യാഷ്, ക്യാഷിന്റെ ആപ്ലിക്കേഷൻ എന്താണ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പേയ്മെന്റ് ഓഫ് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, റീപേയ്മെന്റ് ഓഫ് ലോണുകൾ തിരിച്ചടക്കാൻ വേണ്ടിയിട്ട്, പേയ്മെന്റ് ഓഫ് ഡിവിഡന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, റിഡംഷൻ ഓൺ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിന്റെയും പ്രിഫറൻസ് ഷെയർസിന്റെയും റിഡംഷൻ. ഇതൊക്കെയാണ് ക്യാഷിന്റെ യൂസസ് എന്ന് പറയുന്നത്. ക്യാഷിന്റെ ഔട്ട്ഫ്ലോയിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അസർട്ടൈനിങ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്, ഓരോ ഓപ്പറേഷൻസിൽ നിന്ന് ക്യാഷ് എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. For ascertaining cash from operations, we deduct the sale and purchase made on credit from funds from operations. Similarly, from all accounting entries are made on accrual basis, only one having actual cash affected under the certain cash inflow. Like outstanding expenses paid, income received in advance, prepaid expenses and other similar items as per accrual system is not taken the account of current year. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാത്ത ചില കാര്യങ്ങളാണ് താഴെ നമ്മൾ പറഞ്ഞോളാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇങ്ങനെ അക്രൂവൽ ബേസിസിലുള്ള ഒന്നും തന്നെ നമ്മൾ എവിടെ എടുക്കത്തില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എഴുതാം. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എന്താ പറയാ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നിലവിലുള്ള നമ്മുടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എഴുതാം. ശേഷം അതിനോട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെല്ലാം സോഴ്സസിൽ നിന്നാണ് ഫണ്ട് വന്നിരിക്കുന്നത്. ഇൻഫ്ലോസ് ഓഫ് ക്യാഷ് നമ്മൾ പറഞ്ഞായിരുന്നു, ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റുകൾ, അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇവിടെ നിന്നൊക്കെ വന്ന ക്യാഷിനെ നമ്മൾ ആഡ് ചെയ്യുക. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നത് എന്തൊക്കെയാണ്? യൂസസ് ഓഫ് ക്യാഷ് എന്തൊക്കെയായിരുന്നു? റിഡംഷൻ ഓൺ ഷെയർസ്, റിഡംഷൻ പ്രിഫറൻസ് ഷെയർസ്,
അതുപോലെ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, പേയ്മെന്റ് ഓഫ് ഡിവിഡന്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ഇതൊക്കെ വഴിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിനോട് കൂടെ എവിടെ നിന്നൊക്കെയാണോ ക്യാഷ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ ക്യാഷ് എല്ലാം ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിൽ നിന്ന് നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്യാഷ് എല്ലാം ലെസ് ചെയ്യാം. ലെസ് ചെയ്തതിനു ശേഷം അതിനോട് കൂടെ ക്ലോസിംഗ് ബാലൻസ് ആഡ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡിലുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡിൽ ഫസ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ് എടുത്തെഴുതാം. ക്യാഷ് സെയിൽസ് നടന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്യാഷും എടുത്തെഴുതാം. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഗ്രോസ് ക്യാഷ് റിസീപ്റ്റ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. കസ്റ്റമേഴ്സിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും സെയിൽസ് നടത്തിയിട്ട് അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ക്യാഷ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഗ്രോസ് ക്യാഷ് റിസീപ്റ്റ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, സപ്ലയേഴ്സിന് നമ്മൾ കൊടുത്ത ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയേഴ്സ്, തൊഴിലാളികൾക്ക് നമ്മൾ വേതനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഓപ്പറേറ്റിംഗ് ചെലവുകള്, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികൾ വഴിയായിട്ട് എന്തെങ്കിലും ക്യാഷ് ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അപ്പൊ ഗ്രോസ് ആയിട്ട് നമുക്ക് ലഭിച്ച ക്യാഷ് റെസിപ്റ്റിനോട് കൂടെ താഴെ തന്നിരിക്കുന്ന 3 കാര്യങ്ങൾ ലെസ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളിൽ നിന്ന് നമുക്ക് ലഭിച്ച ക്യാഷ്. അതിൽ നിന്ന് ഇൻകം ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇൻകം ടാക്സ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഇൻകം. എക്സ്ട്രാ ഓർഡിനറി ഇൻകത്തിന് മുമ്പുള്ള ക്യാഷിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അതിനോടുകൂടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇൻകം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ക്യാഷ് റെസിപ്റ്റുകൾ ആഡ് ചെയ്യാം. അതിൽ നിന്ന് ക്യാഷ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കൈവശത്ത് നിന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികൾ വഴിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. ലെസ് ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് കിട്ടുന്ന ഫിഗർ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് എഴുതാം. അതിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അത് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഇൻകത്തിന് മുൻപുള്ള കാശ് എന്ന് പറഞ്ഞാൽ അതിനെ ഫിഗർ ഔട്ട് ചെയ്യാം. അതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡയറക്റ്റ് മെത്തേഡിനെ നമ്മൾ അക്രൂവൽ ബേസിസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ബേസിസ് ആണ്. അക്രൂവൽ ബേസിസ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസിന്റെ രീതിയിൽ ഈ ക്യാഷ് റെസിപ്റ്റുകളെയും ക്യാഷ് പേയ്മെന്റുകളെയും നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ച ക്യാഷ് റെസിപ്റ്റ് കാണിക്കണമെങ്കിൽ അത് ആദ്യം തന്നെ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാം. ക്രെഡിറ്റ് സെയിൽസ് എത്രത്തോളം ഉണ്ട് നമുക്ക് എഴുതി വെക്കാം. അതിനോട് കൂടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സിന്റെയോ ബിൽസ് റെസീവബിളിന്റെയോ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യാം. അതിൽ നിന്ന് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റെസീവബിൾസ് ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമുക്ക് ലഭിക്കും. ഇനി ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസിന് ക്യാഷ് പേ ചെയ്യുമ്പോൾ വേജസ് ആൻഡ് സാലറീസ് നമ്മൾ എടുത്ത് എഴുതാം. അതിനോട് കൂടി എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗിൽ ബിഗിനിങ്ങിൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. എൻഡിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങിനെ ലെസ് ചെയ്യുക. പ്രീപെയ്ഡ് ആയിട്ട് മുൻകൂറായിട്ട് നമ്മൾ എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ്. ഇനി സപ്ലയേഴ്സിന് ക്യാഷ് കൊടുക്കേണ്ട കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് എഴുതാം. അതിനോട് കൂടെ ബിഗിനിങ്ങിലെ ക്രെഡിറ്റേഴ്സിനെ ആഡ് ചെയ്യാം, എൻഡിങ്ങിലെ ക്രെഡിറ്റേഴ്സിനെ ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് ലഭിക്കുന്നതാണ് ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞായിരുന്നല്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഡയറക്റ്റ് മെത്തേഡിലും പ്രിപ്പയർ ചെയ്യാം, ഇൻഡയറക്റ്റ് മെത്തേഡിലും നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് പറയായിരുന്നു. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. Under indirect method of net profit is adjusted before the effect of transactions of non-cash nature and changes in current asset and current assets and liabilities. The following table നമുക്ക് നോക്കാം. താഴെ ടേബിൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ.
ഫസ്റ്റ് വൺ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതാം. നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ അത്, ട്രാൻസ്ഫർ ടു റിസർവിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിറ്റിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ അത്, അതെല്ലാം നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ആഡ് ചെയ്യാം. ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തത്, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്തത്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് റൈറ്റ് ഓഫ് ചെയ്തത്, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, ലോസ് ഓൺ ഡിവിഡൻഡ്, അതെല്ലാം ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട കാര്യങ്ങള്, ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിറ്റതിൽ നിന്ന് നമുക്ക് ലാഭം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ബാക്ക്, ബാഡ് ഡെപ്റ്റ് പ്രൊവിഷനിലേക്ക് മാറ്റി വെച്ച ബാഡ് ഡെപ്റ്റ് നമ്മൾ റിട്ടേൺ ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പ്രോഫിറ്റ് ഓൺ അപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച പ്രോഫിറ്റ്, പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, അതെല്ലാം നമ്മൾ ലെസ് ചെയ്യാം. ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണ അനദർ കാറ്റഗറിയാണ് കറന്റ് അസറ്റിൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, കറന്റ് ലയബിലിറ്റിയിൽ ഡിക്രീസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടതാണ്, കറന്റ് അസറ്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളിൽ നിന്ന് ലഭിച്ച ക്യാഷ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് ലഭിക്കത്തുള്ളൂ. പ്രൊഫോമ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. പ്രൊഫോമേനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. Cash flow from operating activity. Cash flow from operating activities are cash flow from principal revenue producing activities of the enterprises. നോക്കിക്കേ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഒരു എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷിന്റെ ഫ്ലോ ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോയിൽ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും താഴെ 3-4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് വിറ്റതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ക്യാഷ് റെസിപ്റ്റുകൾ, അതുപോലെ തന്നെ റോയൽറ്റി ആയിട്ടും ഫീസ് ആയിട്ടും കമ്മീഷൻ ആയിട്ടും മറ്റു റവന്യൂസ് ആയിട്ടും നമുക്ക് ലഭിക്കുന്ന ക്യാഷ് റെസിപ്റ്റുകൾ, പിന്നെ സപ്ലയേഴ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചില പേയ്മെന്റുകൾ, അതുപോലെ തന്നെ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് പേയ്മെന്റുകൾ, ഇൻകം ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് പേയ്മെന്റുകൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളിൽ വരുന്ന ക്യാഷ് ഫ്ലോസിൽ വരുന്ന ചില ഐറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. Cash flow from investing and financing activities. Cash flow from investing activities are cash flow from transactions involving purchase and sale of resources. ചില റിസോഴ്സസ്, ചില വിഭവങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില ട്രാൻസാക്ഷൻസ് ആണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റികളുടെ ക്യാഷ് ഫ്ലോസിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. The long-term productive assets are intended to generate future income and cash flows. ലോങ് ടേമിലേക്ക് നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസറ്റുകൾ, അതായത് ഫിക്സ്ഡ് അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? ഒരു ഫ്യൂച്ചർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ക്യാഷ് പേയ്മെന്റ്സ് ഫോർ അക്വയറിംഗ് ഫിക്സ്ഡ് അസറ്റ്, ഫിക്സ്ഡ് അസറ്റുകൾ വാങ്ങിക്കുന്നതിനായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ക്യാഷുകൾ. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഇൻക്ലൂഡിംഗ് ഇൻടാൻജിബിൾസ്, അതായത് ചില ഫിക്സ്ഡ് അസറ്റുകൾ വിറ്റതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ക്യാഷ് റിസീപ്റ്റുകൾ. പിന്നെ payment to acquire shares, warrants and debt instruments or other enterprises investing to joint ventures. Joint venturesലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില പേയ്മെന്റുകൾ, അതുപോലെ തന്നെ ചില അസറ്റുകൾ അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ചില ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സുകൾ അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പേയ്മെന്റുകൾ. അതുപോലെ തന്നെ ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഷെയർസ്, ചില ഷെയർസ്, ചില വാറന്റികൾ, ചില ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ക്യാഷ് റെസിപ്റ്റുകൾ. അഡ്വാൻസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ചില ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതുപോലെ തന്നെ ലോണുകളൊക്കെ നമ്മൾ തിരികെ അടക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പേയ്മെന്റുകൾ, അതുപോലെ തന്നെ ചില ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ക്യാഷ് റെസിപ്റ്റുകൾ, ചില ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ചില ക്യാഷുകൾ, ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതുമായി നമുക്ക് ലഭിക്കുന്ന ക്യാഷുകൾ, പിന്നെ ഈ എമൗണ്ടുകളൊക്കെ നമ്മൾ തിരികെ അടക്കുന്നതുമായി ബന്ധപ്പെട്ട ചില റീപേയ്മെന്റ് ആയിട്ട് പോകുന്ന ചില ക്യാഷുകൾ. ഇതൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റികളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം യൂസസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചേഞ്ചസ് ഇൻ ക്യാഷ് ബാലൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആർ റിവീൽഡ് ക്ലിയർലി. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കുന്നതിലൂടെ അതിൽ ക്യാഷ് പോകുന്നതാണെങ്കിലും ക്യാഷ് വരുന്നതാണെങ്കിലും വളരെ വ്യക്തതയോടുകൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്.
It explained the reasons for the present of low cash balance instead of high profit and vice versa. അതായത് ഹൈ പ്രോഫിറ്റിന് പകരമായിട്ട് ക്യാഷ് ബാലൻസസിന്റെ ലോ ക്യാഷ് ബാലൻസ് കാണിക്കാൻ ഇടയുള്ള റീസൺസ് എല്ലാം തന്നെ അതിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേസമയം ലോ പ്രോഫിറ്റും അതുപോലെ തന്നെ ഹൈ ക്യാഷ് ബാലൻസും നിലനിൽക്കുന്ന സാഹചര്യത്തിലും അതിന്റെ റീസൺസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്തരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചുകൊണ്ട് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്താനായിട്ടാണെങ്കിലും ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കാനായിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനായിട്ടാണെങ്കിലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമുക്ക് നടത്താനായിട്ടാണെങ്കിലും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ അനാലിസിസ് ആൻഡ് ഫണ്ട് ഫ്ലോ അനാലിസിസ്? ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫണ്ട് ഫ്ലോ അനാലിസിസ് ഡീൽസ് വിത്ത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലില് അതായത് കറന്റ് അസറ്റിലും കറന്റ് ലയബിലിറ്റികളും തമ്മിലുള്ള വ്യത്യാസമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. അതേസമയം ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത് ക്യാഷിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് ഈസ് യൂസ്ഫുൾ ഫോർ ലോങ് ടേം പ്ലാനിങ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് ഈസ് യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടേം അനാലിസിസ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് നമ്മൾ എന്തിനു സഹായിക്കുന്നുണ്ട്? ഒരു ലോങ് ടേം പ്ലാനിങ്ങിനാണ് സഹായിക്കുന്നതെങ്കിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നതാണ് ഷോർട്ട് ടേം അനാലിസിസ് എന്ന് പറയുന്നത്. ഫണ്ട് ഫ്ലോ അനാലിസിസ് ഫോളോ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണെങ്കിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഫോളോ ചെയ്യുന്നത് എന്ത് അനാലിസിസ് ആണ്? ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ബേസ് ചെയ്യുന്നത്. പിന്നെ ഫണ്ട് ഫ്ലോ അനാലിസിസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചില കാരണങ്ങളും ചില മാറ്റങ്ങളുമാണ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിനുണ്ടാകുന്ന കാരണങ്ങളുമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് അതൊന്ന് പഠിച്ചിരിക്കേണ്ടതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ യൂസസ് എന്തൊക്കെയാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ ഏത് രീതിയിലൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. Question number 9ലേക്ക് കടക്കാം. From the following balance sheet of Alpha Limited, prepare cash flow statements under both of these methods. രണ്ട് മെത്തേഡ്സിലും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ലയബിലിറ്റി സൈഡിൽ രണ്ട് കോളംസ് തന്നിട്ടുണ്ട്. കറന്റ് ഇയറും ഉണ്ട്, പ്രീവിയസ് ഇയറും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കറന്റ് ഇയറും പ്രീവിയസ് ഇയറും നമുക്ക് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡിൽ കുറച്ച് അസറ്റും കൊടുത്തിട്ടുണ്ട്, ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസും നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. Additional information തന്നിട്ടുണ്ട്. A piece of machinery costing 30,000 which is accumulated depreciation 7,500 was sold for rupees 15,000 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് എടുക്കാം. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, 2020 42,500 രൂപയും 2021 55,000 രൂപയാണ് ഉള്ളത്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,500 എന്ന് പറയുന്നത്. അതിനോട് കൂടെ ആഡ് ചെയ്യേണ്ട ഒന്നാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കറന്റ് ഇയറിലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എത്രയാണ്? 30,000. അത് ആഡ് ചെയ്യുക. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. മെഷീനറി വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ച നഷ്ടം എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന്. ഇവിടെ നോക്കിക്കേ, a piece of machinery 30,000 which was accumulated depreciation was 7,500 was sold for rupees 15,000.
15,000 രൂപയ്ക്കാണ് വിറ്റത്. പക്ഷെ അതിന്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 7,500 രൂപയാണ്. അപ്പൊ ഇവിടെ തമ്മിലുള്ള വ്യത്യാസമാണ് ആ മിഷനറിയുടെ ലോസ് എന്ന് പറഞ്ഞിട്ട് 7,500 രൂപ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഡിപ്രീസിയേഷൻ നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷന്റെ കേസിൽ അവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷന്റെ കേസ് ആയിട്ട് പറഞ്ഞാൽ അത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷന്റെ ആ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഡിപ്രീസിയേഷന്റെ ബാലൻസിങ് ഫിഗർ കിട്ടുന്നത് കേട്ടോ. 35,000 എന്ന് പറയുന്നത് നോക്കിക്കേ. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷന്റെ അക്കൗണ്ടില് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 7,500 കാണിച്ചിട്ടുണ്ട്. ബാലൻസ് ഫ്ലോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 40,000 കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെയാണ് ഡിപ്രീസിയേഷൻ. നമുക്ക് നോക്കാം. 2020 അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 40,000 ആണ്. അത് ബാലൻസ് ഫ്ലോ ഡൗൺ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് 40,000 എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഫിക്സ്ഡ് അസറ്റ് ഒരു 7,500. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കണം. എന്തുകൊണ്ടാണ് 7,500? നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ ജേർണൽ എൻട്രി വരുന്നത് എന്തായിരിക്കും ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിക്സ്ഡ് അസറ്റ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഫിക്സ്ഡ് അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, 7,500 എഴുതാം. ഈ വർഷത്തെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 67,500 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അത് എന്ത് പറഞ്ഞ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 67,500 ഏത് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബാലൻസിങ് ഫിഗർ വരുന്നത് 35,000. ആ 35,000 ആണ് ഇവിടെ എടുത്ത് നമ്മൾ 35,000 എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 85,000 രൂപ ലഭിക്കും. ആ 85,000-ൽ നിന്ന് ആ 85,000-നോട് കൂടി 10,000 ആഡ് ചെയ്തിട്ട് 95,000 കാണിക്കാം. അതിനോട് കൂടി ഡെപ്റ്റേഴ്സിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡെപ്റ്റേഴ്സ് 1,05,000 ആയിരുന്നു 2020. അത് 2021 ആയപ്പോ 95,000 ആയിട്ട്. അപ്പൊ കുറഞ്ഞേക്കുവാണല്ലേ. ഡിക്രീസ് ഡെപ്റ്റേഴ്സിന് ഡിക്രീസ് സംഭവിച്ചാൽ അതിനെ ആഡ് ചെയ്ത് കാണിക്കാം. 95,000 കാണിക്കാം. അപ്പൊ എത്രയാണ് ഡെപ്റ്റേഴ്സിന്റെ ഒരു കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 ആണല്ലേ കുറവെന്ന് പറയുന്നത്. അപ്പൊ 10,000 ആണ് കേട്ടോ. ഇവിടെ 10,000 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ് ഈ ഡിക്രീസിങ് ഡെപ്റ്റേഴ്സിന്റെ ഫിഗർ ആണ് കേട്ടോ 10,000 എന്ന് പറയുന്നത്. 1,05,000-ൽ നിന്ന് 95,000-ന്റെ കുറവ് എത്ര വന്നു നമുക്ക്? 10,000. അപ്പൊ 10,000 ഡിക്രീസിങ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 95,000 കാണിക്കാം. സ്റ്റോക്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇൻക്രിമെന്റ് ആണല്ലേ. എത്രയാണ് ഇൻക്രിമെന്റ് സംഭവിച്ചിരിക്കുന്നത്? 12,500. 1,00,000 ആയിരുന്നത് 1,12,500 ആയി. അപ്പൊ ഇൻക്രിമെന്റ് സംഭവിക്കുമ്പോൾ ലെസ് ചെയ്യണം. ബിൽസ് റിസീവബിളിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ഇൻക്രിമെന്റ് ആണല്ലേ. 15,000 രൂപ കൂടിയേക്കുവാണ്. അത് കൊടുത്ത് എഴുതാം. ക്രെഡിറ്റേഴ്സിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് കുറഞ്ഞിരിക്കുകയാണല്ലേ. അപ്പൊ ക്രെഡിറ്റേഴ്സിൽ ഡിക്രിമെന്റ് സംഭവിച്ച എമൗണ്ട് ഡിക്രിമെന്റ് എന്ന് പറഞ്ഞെടുത്ത് എഴുതാം. അതെല്ലാം കൂടി എടുത്ത് എഴുതിയിട്ട് 95,000-ൽ നിന്ന് ലെസ് ചെയ്യാൻ തന്നിരിക്കുന്ന 3 ഐറ്റംസ് ലെസ് ചെയ്ത് 35,000 ലെസ് ചെയ്ത് ബാക്കി 60,000 കാണിക്കാം. അതിനെ ക്യാഷ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കാണിക്കാം. അതിൽ നിന്ന് മെഷീനറി വിറ്റപ്പോൾ മെഷീനറി വിറ്റത് എത്രയാണ്? 15,000 രൂപയുടെ മെഷീനറി വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീനറി 15,000 രൂപയുടെ മെഷീനറി വിറ്റു. അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് മെഷീനറി എത്ര മെഷീനറി വാങ്ങിച്ചു? 1,00,000 ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഐറ്റംസ് നേരെ അല്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണേ.
ടാക്സിലെ എമൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട് കേട്ടോ. നമുക്ക് പോകുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് പോവാണ്. ഇവിടെ കുറച്ച് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ടതാണ്. ചില ക്വസ്റ്റ്യൻസിന്റെ എമൗണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ട്. നാളത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബ്ലോക്ക് 3 ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാലുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ്വിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ ബ്ലോക്ക് 3യിലേക്കാ പോകുന്നത്. എന്താണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, a holding company is one which acquires majority percentage of shares in another firm that enter into position, influence and control of management of the other company. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയുടെ മെജോറിറ്റി പോർഷൻ ഓഫ് ഷെയർസും ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനി ആയതുകൊണ്ടാണ് ആ കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് കേട്ടോ. ആ കമ്പനി ഹോൾഡ് ചെയ്തിരിക്കുന്ന മെജോറിറ്റി പോർഷൻ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും, ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കമ്പനിയെ നമ്മൾ സബ്സിഡിയറി കമ്പനി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് നോക്കാം. ആസ് പെർ സെക്ഷൻ 2 and subsection 46 of Companies Act 2030, a holding company is a company which has one or more subsidiary company having full control over them. ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് എന്തുണ്ടായിരിക്കും? ഒന്നോ അതിലധികമോ സബ്സിഡിയറി കമ്പനി ഉണ്ടായിരിക്കും. അതിന്റെ ഫുൾ കൺട്രോളും ആരായിരിക്കും? ആരുടെ കൺട്രോളിലായിരിക്കും? ഇത്ര ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലായിരിക്കും. It is formed for a purchase of owing shares of other company. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കമ്പനികൾ ഫോം ചെയ്തത്? മറ്റുള്ള കമ്പനികളുടെ മെജോറിറ്റി പോർഷൻസ് ഓഫ് ഷെയർസും സ്വന്തമാക്കാൻ, ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുന്നത്. Holding company offers several benefits to gaining more control and retaining the management of subsidiary firms and incurring lower tax liabilities. Holding company എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? ഒരുപാട് കൺട്രോള്, സബ്സിഡിയറി കമ്പനിയുടെ മേലെ ഒരുപാട് കൺട്രോൾ ചുമത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാനേജ്മെന്റ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ തന്നെ ടാക്സ് ലൈബിലിറ്റിനെ കുറയ്ക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഇനി എന്താണ് സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, as per section 287 of the Companies Act 2030, a subsidiary companies and enterprises that is controlled by other enterprises. സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് എന്റർപ്രൈസസ് ആണ്. അത് മറ്റുള്ള എന്റർപ്രൈസസ് ആൾ കൺട്രോൾഡ് ആയിട്ടുള്ള എന്റർപ്രൈസസിനെയാണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 സബ്സിഡിയറി കമ്പനികളാണ് ഉള്ളത്. ഒന്ന് വൂളി ഓൺഡ് ആൻഡ് പാർട്ട്ലി ഓൺഡ്. വൂളി ഓൺഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഷെയർസും വോട്ടിംഗ് റൈറ്റും എല്ലാം തന്നെ ആരിലേക്ക് വെസ്റ്റഡ് ആയിരിക്കും? ഹോൾഡിംഗ് കമ്പനിയിലേക്ക് വെസ്റ്റഡ് ആയിരിക്കും. പാർട്ട്ലി ഓൺഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% ഷെയർസ് മാത്രമായിരിക്കും ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ 100%-ൽ താഴെ ആയിരിക്കും അവരുടെ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. സബ്സിഡിയറി കമ്പനിയിൽ നിന്ന് ഒരു ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ എന്ന് പറയുന്നത് 100%-ൽ താഴെ ആയിരിക്കും. അത്തരത്തിലുള്ള സബ്സിഡിയറി കമ്പനിയാണ് പാർട്ട്ലി ഓൺഡ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. The shareholders of the subsidiary company who did not sell their shares. ചില സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസ് അവർ എന്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, വിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി what are the objectives of holding company? ഹോൾഡിംഗ് കമ്പനിയുടെ ചില ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? To eliminate the competition and become market leaders. മാർക്കറ്റിലെ കോമ്പറ്റീഷനെ എന്ത് ചെയ്യാന്നുള്ളത്? എലിമിനേറ്റ് ചെയ്യാന്നുള്ളത്. To enjoy the economies of large scale production with ultimate result of reduction of prices and increase sales and profit. അതായത് ഹോൾഡിംഗ് കമ്പനി മറ്റുള്ള കമ്പനികളെ എല്ലാം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ഷനെ അവർ ലാർജ് സ്കെയിൽ ആക്കും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് വഴിയായിട്ട് അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയ്ക്കാനായിട്ടും അതിലൂടെ സെയിൽസ് കൂട്ടാനായിട്ടും പ്രോഫിറ്റബിലിറ്റി നിലനിർത്താനായിട്ടും നിലനിർത്തണം എന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. To achieve an assured market for the product of the company. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും? ഹോൾഡിംഗ് കമ്പനിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്.
ടു എൻഷുർ എ സ്മൂത്ത് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ, വളരെ സ്മൂത്ത് ആയിട്ട് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ഇനി ടൈപ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി എത്ര ടൈപ്സ് ഉണ്ടെന്ന്. പ്യുവർ, മിക്സ്ഡ് ഹോൾഡിംഗ് കമ്പനീസ്, ഇമ്മീഡിയറ്റ് ആൻഡ് ഇന്റർമീഡിയറ്റ്. പ്യുവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദീസ് ടൈപ്സ് ഓഫ് കമ്പനീസ് അപ്പാർട്ട് ഫ്രം ഹോൾഡിംഗ് കൺട്രോൾ വൺ ഓർ മോർ ഫേംസ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ അതർ ബിസിനസ്. മറ്റ് ബിസിനസ്സുകളിൽ ഒന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒന്നോ അതിലധികമോ ഫേമുകൾ ഒരു കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് പ്യുവർ എന്ന് പറയുന്നത്. ദീസ് ടൈപ്പ് ഓഫ് കമ്പനീസ് അപ്പാർട്ട് ഫ്രം ഹോൾഡിംഗ് കൺട്രോളിൽ നിന്ന് ഒന്നോ അതിലധികമോ ഫേംസ് ഒരിക്കലും മറ്റുള്ള ബിസിനസ്സുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. മിക്സ്ഡ് ഹോൾഡിംഗ് കമ്പനീസ് എന്നുണ്ടെങ്കിൽ എന്താണ്? ദീസ് ആർ ടൈപ്സ് ഓഫ് കമ്പനി നോട്ട് ഓൺലി കൺട്രോൾ അതർ ബിസിനസ്സസ് ബട്ട് ഓൾസോ എൻഗേജ്ഡ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻസ്. മറ്റൊരു കമ്പനികളെയും കൺട്രോൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, തങ്ങളുടേതായ ഓപ്പറേഷൻസിൽ മാത്രമാണ് അവർ എൻഗേജ്ഡ് ആകുന്നത്. അത്തരത്തിലുള്ള കമ്പനികളെയാണ് മിക്സ്ഡ് ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഇതൊരു ടൈപ്പ് ഹോൾഡിംഗ് കമ്പനിയാണ് വിച്ച് ഇറ്റ്സെൽഫ് എ സബ്സിഡിയറി കമ്പനിയുമാണ്. സബ്സിഡിയറി കമ്പനിയോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് റീറ്റെയിൻസ് ദ വോട്ടിംഗ് പവർ ആൻഡ് കൺട്രോളിംഗ് പവർ ഇൻ ഇറ്റ് സബ്സിഡിയറി കമ്പനിയിൽ വോട്ടിംഗ് പവറും ഒരു കൺട്രോളിംഗ് പവറും നിലനിർത്തിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള ഹോൾഡിംഗ് കമ്പനിയാണ് ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് ഈസ് ബോത്ത് ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ എൻറ്റിറ്റി ആൻഡ് സബ്സിഡിയറി കമ്പനി ഓഫ് ലാർജ് കോർപ്പറേഷൻ. അതൊരു സബ്സിഡിയറി കമ്പനിയും ആയിരിക്കും, അതുപോലെ തന്നെ ഹോൾഡിംഗ്, അതായത് ഈ കമ്പനി രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതൊരു ഹോൾഡിംഗ് കമ്പനി ആയിട്ട്, ഒരു മറ്റൊരു എൻറ്റിറ്റിയുടെ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് നിലനിൽക്കും, അതുപോലെ തന്നെ അതും ഒരു മറ്റുള്ള ലാർജർ ആയിട്ടുള്ള ഒരു കോർപ്പറേഷന്റെ സബ്സിഡിയറി കമ്പനി ആയിട്ടും നിലനിൽക്കും. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ അത് സാധാരണ രീതിയിൽ മറ്റു കമ്പനികളെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും, അതേസമയം ആ ഹോൾഡിംഗ് കമ്പനി മറ്റു കമ്പനികളുടെ സബ്സിഡിയറി ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ്? ഹോൾഡിംഗ് കമ്പനികളുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇറ്റ് അലോസ് എ ബെറ്റർ ക്വാളിറ്റി ഡിസിഷൻസ് അറ്റ് ഓൾ ലെവൽസ്. എല്ലാ ലെവലുകളിലും വളരെ ക്വാളിറ്റബിൾ ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. തങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങളെ വളരെ കാര്യക്ഷമതയോടുകൂടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഫെസിലിറ്റേഷൻ ഓഫ് അക്വിസിഷൻ ഓഫ് അതർ കമ്പനീസ്. മറ്റുള്ള കമ്പനികളെ അക്വയർ ചെയ്യാനായിട്ട്, ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഒരു പരിധിവരെയും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ക്യാൻ ഈസിലി ഗെറ്റ് റിഡ് എ സബ്സിഡിയറി ബൈ സെല്ലിംഗ് ദി ഷെയർസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ തങ്ങളുടെ ഷെയർസ് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ടാക്സ് ബെനിഫിറ്റ് ഈസ് അവൈൽഡ് ബൈ ദം. സെപ്പറേറ്റ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻഡ് ഫോർ ബോത്ത് കമ്പനീസ്. രണ്ട് കമ്പനിയുടെ ഭാഗമായിട്ട് ടാക്സ് ലയബിലിറ്റിനെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ടു ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. എൻഹാൻസ് കോർപ്പറേറ്റീവ് പ്ലാനിംഗ് ആസ് ഹോൾഡിംഗ് കമ്പനി ഏബിൾ ടു കോൺസെൻട്രേറ്റ് വർക്ക് ഓൺ ഇറ്റ്. കോർപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനിയുടെ രീതിയിലുള്ള പ്ലാനിങ്ങിനെ എല്ലാം തന്നെ എൻഹാൻസ് ചെയ്തുകൊണ്ടിട്ട് ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് വരുന്ന ചില ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിസഡ്വാൻറ്റേജസും ഹോൾഡിംഗ് കമ്പനി ഫേസ് ചെയ്യുന്നുണ്ട്. ക്രിയേഷൻ ഓഫ് സീക്രട്ട് റിസർവുകളെ ചില സമയത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി കനോട്ട് ബി അസർട്ടൈൻഡ്. ശരിയായ രീതിയിലുള്ള ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ലീഡ്സ് ടു മിസ്മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസിന്റെ ഇടയിൽ ചില സമയത്തെങ്കിലും തിരിമറി നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചാൻസസ് ഓഫ് ഫ്രോഡ്സ് ആൻഡ് ഹയർ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ്. രണ്ട് കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് വരുന്ന സമയത്ത് ചില സമയത്തെങ്കിലും ചതിയുടെ സാധ്യതകൾ കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അറ്റ് ടൈംസ് ദർ ഇസ് എ ഫോഴ്സ്ഡ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി. ചില സമയത്തെങ്കിലും ഫോഴ്സ്ഫുൾ ആയിട്ട് ചില കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ബിക്കം എ പ്രോബ്ലം. അതായത് ഒരു സ്റ്റോക്കിനെ വാല്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഫിയർ ഓഫ് ഓപ്പറേഷൻ ഓഫ് മൈനോറിറ്റി ഷെയർഹോൾഡേഴ്സിന്റെ ഇടയിൽ, അതായത് തങ്ങളുടെ ഷെയർസ് വിൽപ്പന നടത്തത്തില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു നിൽക്കുന്ന ചില ഷെയർഹോൾഡേഴ്സിന്റെ ഇടയിൽ ഭയം നിറയാനായിട്ട് ചില സാധ്യതകൾ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഫോർ ഹോൾഡിംഗ് കമ്പനീസ് വിത്തൗട്ട് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കൂടാതെ തന്നെ എങ്ങനെയാണ് ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ലയബിലിറ്റി സൈഡും ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്.
ലയബിലിറ്റി സൈഡില് ഷെയർ ക്യാപിറ്റൽ കാണിക്കുക, ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കാണിക്കുക, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണിക്കുക, റിസർവ്സ് ആൻഡ് സർപ്ലസ് അതിൽ ക്യാപിറ്റൽ റിസർവ് കാണിക്കുക. ക്യാപിറ്റൽ റിസർവ് ഫ്രം അക്വസിഷൻ, അക്വയർ ചെയ്തതിൽ നിന്ന് നമുക്ക് ലഭിച്ച ക്യാപിറ്റൽ റിസർവ്, അതിനോട് നിന്ന് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. പ്രോഫിറ്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി, ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിനോട് കൂടെ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. സെക്യൂർഡ് ലോൺസും അൺസെക്യൂർഡ് ലോൺസും കറന്റ് ലയബിലിറ്റീസും എല്ലാം ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. ഇനി അസറ്റ് സൈഡിലാണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് കാണിക്കുക. ഫിക്സ്ഡ് അസറ്റിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഗുഡ് വില്ലിൽ നിന്ന് ക്യാപിറ്റൽ റിസർവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കാണിക്കുക. മറ്റുള്ള ഫിക്സ്ഡ് അസറ്റുകളെ കാണിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ, കറന്റ് അസറ്റുകൾ കാണിക്കുക. കറന്റ് അസറ്റുകളിൽ മ്യൂച്വൽ ഓയിങ്സ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഇൻ കേസ് ഓഫ് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി. ഫുള്ളി ഓൺഡ് സബ്സിഡിയറിയുടെ കേസിൽ എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻ ദി കേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ഹോൾഡിംഗ് കമ്പനീസ് മോർ ദാൻ എമൗണ്ട് ഡ്യൂ, the sum total of share capital, reserves and profit of subsidiary company, the balance amount shown as a goodwill. ഇപ്പൊ നോക്കിക്കേ, നമ്മള് ഹോൾഡിംഗ് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യണം? ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും പ്രോഫിറ്റ് ഓഫ് സബ്സിഡിയറി കമ്പനി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബാലൻസസ് ഉണ്ടെങ്കിൽ ആ ബാലൻസിനെ നമ്മൾ ഗുഡ്വിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഇൻ കേസ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റും കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലും റിസർവ്സും പ്രോഫിറ്റും അതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക? ഒരു ബാലൻസിങ് എമൗണ്ടിൽ ലോസ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിന് ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്, ഇത് ഇൻട്രസ്റ്റ് ഓഫ് ഔട്ട്സൈഡേഴ്സ്, ഔട്ട്സൈഡേഴ്സ് ഈസ് കോൾഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഔട്ട്സൈഡേഴ്സിന്റെ ചില താല്പര്യങ്ങളെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി സബ്സിഡിയറി കമ്പനി, സബ്സിഡിയറി കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനോട് കൂടെ റിസർവുകൾ ആഡ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് ലെസ് ചെയ്യുക. അതിൽ നിന്ന് ഫിക്ടീഷ്യസ് ആയിട്ട് എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുക. റിമൈനിങ് പെർസെന്റേജ് ഓഫ് ഷെയർസ്, റിമൈനിങ് ആയിട്ട് എന്തെങ്കിലും ഷെയറിന്റെ പെർസെന്റേജ് ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് കേട്ടോ. ഇനി എമൗണ്ട് എന്തെങ്കിലും ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, സബ്സിഡിയറി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനോട് കൂടെ റിസർവ്സ് ഓഫ് സബ്സിഡിയറിയുടെ റിസർവ്സ് ആഡ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ്, സബ്സിഡിയറിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആഡ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസസ് ലെസ് ചെയ്യുക. അതിൽ നിന്ന് അക്വസിഷൻ, എത്ര പെർസെന്റേജ് ആണോ കമ്പനി സബ്സിഡിയറി കമ്പനിനെ അക്വയർ ചെയ്തിരിക്കുന്നത് ആ പെർസെന്റേജിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് താഴെ കുറച്ച് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഹോൾഡിംഗ് കമ്പനി ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി കമ്പനീസ് ആക്ട്. ഹോൾഡിംഗ് കമ്പനീനെ കമ്പനീസ് ആക്ടിലെ ഏത് ഭാഗത്താണ് ഡിഫൈൻ ചെയ്യുന്നത്? സബ്സെക്ഷൻ 46. ഇനി സബ്സിഡിയറി കമ്പനീനെ കമ്പനീസ് ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് കാണിക്കുന്നത്? 2 സബ്സെക്ഷൻ 87. ഇനി ഹോൾഡിംഗ് കമ്പനിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാരന്റ് കമ്പനി എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി സബ്സിഡിയറി, സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസ് ഒന്നും തന്നെ വിൽപ്പന നടത്തുന്നില്ല, ഹോൾഡിംഗ് കമ്പനിയിലേക്ക് വിൽപ്പന നടത്തുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് കേട്ടോ. When the company does not manufacture goods or sell the products and services is called dash company. ഒരു കമ്പനി ഒരിക്കലും ഗുഡ്സ് ആൻഡ് സർവീസസ് മാനുഫാക്ചർ ചെയ്യുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കമ്പനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്? എന്താണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്? സബ്സിഡിയറി കമ്പനിയുടെ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനിയുടെ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. അതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഗുഡ്വില്, ക്യാപിറ്റൽ റിസർവ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻസ് കൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പോർഷൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ.
കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. നാളെ നമുക്ക് 2 ചാപ്റ്റേഴ്സിന്റെയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പോർഷൻസിലേക്കാണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. What is a company called when it is a position to influence a company to other company? അതായത് ഏത് കമ്പനിയാണ് ഒരു മറ്റൊരു കമ്പനിയുടെ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏത് കമ്പനിയാണെന്ന്? ഹോൾഡിംഗ് കമ്പനി കേട്ടോ. എ കമ്പനി കൺട്രോൾഡ് ബൈ ഹോൾഡിംഗ് കമ്പനി. ഒരു ഹോൾഡിംഗ് കമ്പനിയാൽ കൺട്രോൾ ചെയ്യപ്പെട്ട കമ്പനിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സബ്സിഡിയറി കമ്പനി എന്നാണ് കേട്ടോ. when it is a company is deemed to be a subsidiary company, ഒരു കമ്പനിയെ സബ്സിഡിയറി കമ്പനിയുടെ ഭാഗമാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന്? composition of board of directors is controlled by the board of holding companyയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺട്രോൾ ചെയ്തിരിക്കണം. മോർ ദാൻ ഹാഫ് ഓഫ് ദി വോട്ടിംഗ് റൈറ്റ് വിത്തിൻ ദി ഹോൾഡിംഗ് കമ്പനി. ഒരു ഹോൾഡിംഗ് കമ്പനിയിലേക്ക് എന്തായാലും പകുതിയേക്കാൾ ഏറെ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കണം. ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് മോർ ദാൻ ഹാഫ് ഓഫ് ദി നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന്റെ നോമിനൽ വാല്യൂവിന്റെ ഹാഫിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്തിരിക്കണം എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കമ്പനി സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമാണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. What is the prime objective of holding company to hold shares in subsidiary company? സബ്സിഡിയറി കമ്പനിയുടെ ഷെയർസ് ഒരു ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു കൺട്രോൾ ദി മാനേജ്മെന്റ് ഓഫ് അതർ കമ്പനി. മറ്റൊരു കമ്പനിയുടെ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഏത് സെക്ഷനിലാണ് ഹോൾഡിംഗ് കമ്പനിയെ പറ്റിയിട്ട് കമ്പനീസ് ആക്ടിൽ പറയുന്നത്? സെക്ഷൻ 2 സബ്സെക്ഷൻ 46. ഇനി ഏത് സെക്ഷനിലാണ് കമ്പനീസ് ആക്ടിന്റെ സബ്സിഡിയറി കമ്പനിയെ പറ്റി പറയുന്നത്? 2 സബ്സെക്ഷൻ 87. The shareholders of the subsidiary company who did not sell the shares. ഒരു സബ്സിഡിയറി കമ്പനി തങ്ങളുടെ ഷെയർസ് ഒന്നും തന്നെ സബ്സിഡിയറി കമ്പനിയുടെ ഷെയർഹോൾഡേഴ്സ് തങ്ങളുടെ ഷെയർസ് ഒന്നും തന്നെ ഹോൾഡിംഗ് കമ്പനിയിലേക്ക് വിൽക്കുന്നില്ലെങ്കിൽ അത്തരം ഷെയർഹോൾഡേഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? മൈനോറിറ്റി ഷെയർഹോൾഡേഴ്സ് കേട്ടോ. ഹോൾഡിംഗ് കമ്പനിയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? പാരന്റ് കമ്പനി. Which type of holding company is formed just to own stocks to other company? മറ്റൊരു കമ്പനിയുടെ സ്റ്റോക്ക് മാത്രം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹോൾഡിംഗ് കമ്പനിയെ വിളിക്കുന്ന പേരെന്താണ്? മറ്റുള്ള കമ്പനിയുടെ സ്റ്റോക്ക് മാത്രമേ സ്വന്തമാക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള ഹോൾഡിംഗ് കമ്പനി ഏത് ടൈപ്പ് ആണെന്നുള്ളത്? പ്യുവർ കേട്ടോ. Which type of holding company not only control over subsidiary company but also engage in its operations? ഒരിക്കലും സബ്സിഡിയറി കമ്പനിയെ കൺട്രോൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവരവരുടേതായിട്ടുള്ള ഹോൾഡിംഗ് കമ്പനിയുടെ ഓപ്പറേഷൻസിൽ മാത്രമാണ് എൻഗേജ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഹോൾഡിംഗ് കമ്പനി ഏതാണ്? മിക്സഡ് ഹോൾഡിംഗ് കമ്പനീസ് ആണ് കേട്ടോ. Which type of holding company is itself a subsidiary company? സബ്സിഡിയറി കമ്പനിയുടെ ഭാഗമായിട്ട് തീർന്നിട്ടുള്ള സബ്സിഡിയറി കമ്പനിയുടെ കംപ്ലീറ്റ് ഓപ്പറേഷൻസും ഹോൾഡിംഗ് കമ്പനിയുടേതാക്കി മാറ്റുന്ന തരത്തിലുള്ള ഹോൾഡിംഗ് കമ്പനിയുടെ ടൈപ്പ് ഏതാണെന്നുള്ളത്? ഇമ്മീഡിയറ്റ് ട്ടോ. Which type of holding company might be exempted from published financial records? ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എല്ലാം പബ്ലിഷ് ചെയ്യുന്നതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി ഏതാണെന്ന്? ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനിയാണ് കേട്ടോ. Which of among the following is not an advantage offered by the holding company? ഹോൾഡിംഗ് കമ്പനി ഓഫർ ചെയ്യുന്ന അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നുള്ളത്? സീക്രട്ട് റിസർവുകൾ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. Which among of the following is a disadvantages suffered by the holding company? ഹോൾഡിംഗ് കമ്പനി സഫർ ചെയ്യുന്ന ഡിസഡ്വാൻറ്റേജസ് അല്ലാത്തത് ഏതാണെന്നുള്ളത്? ഇൻകം ടാക്സ് എഫക്റ്റ് ആണ് കേട്ടോ. As per which schedule of the Companies Act 2013, the balance sheet is made for the holding company. Holding company balance ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ഷെഡ്യൂളിലാണ്? ഷെഡ്യൂൾ 3 ആണ് കേട്ടോ. ഗുഡ് വിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എമൗണ്ട് ഡ്യൂ ഈസ് ലെസ് ദാൻ എമൗണ്ട് പെയ്ഡ്. എമൗണ്ട് പേ ചെയ്തതിനേക്കാളും കുറവാണ് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ റിസർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എമൗണ്ട് ഡ്യൂ ഗ്രേറ്റർ ദാൻ എമൗണ്ട് പേ എമൗണ്ട് പേ ചെയ്തതിനേക്കാൾ കൂടുതലാണ് എമൗണ്ട് ഡ്യൂ ആയിരിക്കുന്നത്. അതിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡിംഗ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ഇൻ പാർട്ട്ലി ഓൺഡ് ബൈ സബ്സിഡിയറി. നോക്കിക്കേ, ഷെയർ ഹോൾഡിംഗ്സ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ഇൻ പാർട്ട്ലി ഓൺഡ് സബ്സിഡിയറി. അതിനെ വിളിക്കുന്ന പേരെന്താണെന്ന്? മൈനോറിറ്റി ഇൻട്രസ്റ്റ്. Which among the following is won't appear together the consolidated balance sheet ഒരുമിച്ച് കാണിക്കാത്ത സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത്? ഗുഡ് വില്ലും ക്യാപിറ്റൽ റിസർവും കേട്ടോ. ഒരുമിച്ച് കാണിക്കില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. Which amount of subsidiary is deducted to calculate the amount of due for holding company?
ഹോൾഡിംഗ് കമ്പനിയുടെ എമൗണ്ട് ഡ്യൂ കാണുമ്പോൾ നമ്മൾ ഡിഡക്ട് ചെയ്യുന്ന ഐറ്റം ഏതാണെന്ന് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ് കേട്ടോ. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഡക്ട് ചെയ്യുന്ന ഐറ്റം ഏതാണെന്നുള്ളത് ഫിക്ടീഷ്യസ് അസറ്റ്. ദ എക്സസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ പെയ്ഡ് അപ്പ് വാല്യൂ. പെയ്ഡ് അപ്പ് വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ, എക്സസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ പെയ്ഡ് അപ്പ് വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ അതിനെ അതിന്റെ പറഞ്ഞ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് വിൽ എന്നാണ് കേട്ടോ. ദ എക്സസ് ഓഫ് പെയ്ഡ് അപ്പ് വാല്യൂ ഓവർ ദി ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതലാണ് പെയ്ഡ് അപ്പ് വാല്യൂ എങ്കിൽ, നേരെ തിരിച്ച് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതലാണ് പെയ്ഡ് അപ്പ് വാല്യൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മിനിമം പെർസെന്റേജ് ഷെയർസ് ടു ബി ഹെൽഡ് ബിക്കം എ ഹോൾഡിംഗ് കമ്പനി? ഒരു ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുന്ന മിനിമം പെർസെന്റേജ് ഓഫ് ഷെയർസ് എത്രയാണ്? 51 കേട്ടോ. ആസ് പെർ വിച്ച് സെക്ഷൻ ഓഫ് ദി കമ്പനീസ് ആയിട്ട് കമ്പനി ഈസ് ഡീംഡ് ടു ബി എ സബ്സിഡിയറി കമ്പനി? ഒരു കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ ഡീംഡ് ആണ്. കമ്പനി ഡീംഡ് ടു ബി എ സബ്സിഡിയറി കമ്പനി എന്നത് കാണിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മള് സബ്സിഡിയറി കമ്പനി, അതായത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഹോൾഡിംഗ് കമ്പനി എന്താണ്, ഹോൾഡിംഗ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. പ്രോബ്ലംസ് നമ്മൾ നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 2 ചാപ്റ്റേഴ്സിന്റെയും പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തിയറട്ടിക്കൽ പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.